നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 സെപ്റ്റംബർ മാസം 6-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് പങ്കുവെക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തിരുവോണ ആശംസകളും ഞാൻ നേരുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താല്പര്യം കാണിക്കുക, എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുവാനും താല്പര്യം കാണിക്കുക, നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹവും ഏറ്റുവാങ്ങുക. പ്രിയമുള്ളവരെ, ഈ ഓണം ഒക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം, അതായത് തിരുവോണം കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസത്തെ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ തിരുവോണം ഒക്കെ എല്ലാവരും അടിച്ചുപൊളിച്ച് ആഘോഷിച്ചതിന് ശേഷം അവിട്ട നക്ഷത്ര ദിവസത്തിൽ, രണ്ടാം ഓണത്തിന്റെ ദിവസത്തിൽ, അപ്പോൾ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്നു, ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുന്നു, ഏതൊക്കെ നാളുകാർക്ക് സാധാരണ ജീവിതം നയിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർ അത് കേട്ട് മനസ്സിലാക്കി ജീവിക്കുക. 2025 സെപ്റ്റംബർ മാസം 6-ാം തീയതി ശനിയാഴ്ച ദിവസം മലയാള രീതിയിൽ വരുമ്പോൾ 1201-ാം ആണ്ട് ചിങ്ങമാസം 21-ാം തീയതി ശനിയാഴ്ച ദിവസമാകും. അത് ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ ഭാദ്രപദ മാസം 15-ാം തീയതി ശനിയാഴ്ച ദിവസമാകും. ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:17 അസ്തമയം വൈകുന്നേരം 6:25 ഉദയാൽപരം തിഥി ചതുർദശി തിഥിയാണ്. വെളുത്ത വർഷത്തിലെ ചതുർദശി തിഥിയാണ്. ചതുർദശി കഴിഞ്ഞാൽ പിന്നെ പൂർണിമ തിഥിയാണെന്നുള്ളതും മനസ്സിലാക്കുക. ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രമാണ് ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം. അവിട്ടം നക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി 11:40 വെള്ളിയാഴ്ച രാത്രി 11:40 എന്ന് പറഞ്ഞാൽ 11:40 PM എന്ന് പറയുന്ന സമയത്താണ് അവിട്ട നക്ഷത്രം ആരംഭിക്കുന്നത്. അവിട്ട നക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച രാത്രി 10:57 10:57 PM എന്ന് പറയുന്ന സമയത്താണ് അവിട്ട നക്ഷത്രം അവസാനിക്കുന്നത്. ഈ അവിട്ട നക്ഷത്രത്തിന്റെ പ്രത്യേകത, അതിന്റെ ആദ്യത്തെ 2 പാദങ്ങൾ മകരക്കൂറിലും പിന്നീടുള്ള 2 പാദങ്ങൾ കുംഭക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അതിന്റെ സമയം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അതായത് വെള്ളിയാഴ്ച രാത്രി 11:40 മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 11:40 വരെയുള്ള സമയമാണ് മകരക്കുറിൽപ്പെട്ട ഔട്ടൻ 2 പാദ സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഒരാളുടെ നക്ഷത്രം ഔട്ടമാണെന്ന് പറയുമ്പോൾ മകരക്കൂറിലാണോ കുംഭക്കൂറിൽപ്പെട്ട ഔട്ടമാണോ എന്നുള്ളത് വ്യക്തമാക്കി മനസ്സിലാക്കി വെച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ഔട്ട നക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവും സുഖദുഃഖ സമ്മിശ്രവുമായ ജീവിതാനുഭവങ്ങളായിരിക്കും 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ വന്നു ചേരുക. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് സൗഭാഗ്യങ്ങൾ, ഏതൊക്കെ നാളുകാർക്കാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും, ഏതൊക്കെ നാളുകാർക്കാണ് ഒരു സാധാരണ ജീവിതം എന്നുള്ളത് ഞാൻ പറയാൻ പോവുകയാണ്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, മകയിരം, രോഹിണി, ഇത്രയും നാളുകാർക്ക് തിരുവോണം കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസമായ ഔട്ട നക്ഷത്ര ദിവസം സന്തോഷവും സമാധാനവും നല്ല അനുഭവങ്ങളും സൗഭാഗ്യകരമായ അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. എന്തുകൊണ്ട്? അവർക്ക് നേട്ടങ്ങൾ വന്നിരുന്ന ദിവസമാണ്. അപ്പോൾ അവർ വിചാരിക്കും, ഈ വർഷത്തെ തിരുവോണം ഒക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല ഒരു അനുഭവമാണല്ലോ വന്നു ചേർന്നതെന്ന് അവർ വിചാരിക്കും. അതെ, അവർക്ക് തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ഔട്ട നക്ഷത്ര ദിവസത്തിൽ സൗഭാഗ്യകരമായ അനുഭവങ്ങൾ തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, മകയിരം, രോഹിണി എന്നീ നാളുകാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ, ശനിയാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ശനിയാഴ്ച ഉച്ചയ്ക്ക് 11:40 വരെ കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂട്ടാതി മുക്കാൽ നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. 11:40 കഴിഞ്ഞാൽ പിന്നെ നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 11:40 വരെ, ശനിയാഴ്ച ഉച്ചയ്ക്ക് 11:40 വരെ ചിങ്ങക്കുറിൽപ്പെട്ട മകംപുര ഉത്തരം കാൽ നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. 11:40 കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർദം മുക്കാൽ നാളുകാർക്ക് ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് 11:40 വരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. 11:40 കഴിഞ്ഞാൽ പിന്നെ മീനക്കുറിൽപ്പെട്ട പുരുട്ടാതി കാലത്തുട്ടാതി രേവതി നാളുകാർക്ക് മോശം അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർദം കാല പൂയം ആയില്യം നാളുകാർക്ക് മോശം അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കന്നിക്കുറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് 11:40 കഴിയുമ്പോൾ മുതൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. 11:40 കഴിയുമ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് ഒന്നുകൂടെ പറഞ്ഞുതരാം. മീനക്കുറുകാർക്ക്, മീനക്കുറിൽപ്പെട്ട പൂട്ടാതി കാല ഉത്തിട്ടാതി രേവതി നാളുകാർക്ക്
അതുപോലെ തന്നെ കർക്കിടകക്കുറിൽപ്പെട്ട പുണർതങ്കാല് പൂയം ആയില്ലെന്ന ആളുകാർക്ക്, കന്നിക്കുറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാർക്കൊക്കെ ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് 11:40 കഴിയുമ്പോൾ രോഗം, ശത്രുത, കടബാധ്യതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, മാതാവിനുള്ള പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ഇതുകൂടാതെ ഉത്രാടം, മൂലം, അനിഴം എന്നീ നാളുകാർക്കും ശനിയാഴ്ച ദിവസം ഔട്ട നക്ഷത്ര പ്രകാരമുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാനിടയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ബാക്കി നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ശനിയാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള ശുഭസമയം പറഞ്ഞുതരാം. ശനിയാഴ്ച ദിവസം രാവിലെ 7:47 മുതൽ 9:17 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:47 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. വീണ്ടും ഉച്ച കഴിഞ്ഞ് 1:47 മുതൽ 5:17 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. തീയതി 6ആണ്. ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ സംഖ്യാശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ കടും നീല, കടും പച്ച എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ UVW എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അവർക്ക് പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും വരത്തില്ല. ഇനി അക്ഷരങ്ങളില്ലെങ്കിൽ പോലും കടും നീല, പച്ച നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ സാമാന്യം നല്ല ഫലങ്ങളൊക്കെ ലഭിക്കും. ഏതൊരു മാസത്തെയും 6, 15, 24 തീയതികൾ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ശനിയാഴ്ച ദിവസം ഉണ്ടാകുക? അതൊരു പ്രത്യേക കാര്യമാണ്, പ്രത്യേക വിഷയമാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ധനം കൈകാര്യം ചെയ്ത് ജീവിതം പരാജയപ്പെട്ടു പോയാൽ ജീവിതം പിന്നെ തിരിച്ചു പിടിക്കണമെങ്കിൽ വലിയ പാടാണ്. പ്രത്യേകിച്ച് ചിലർക്കൊക്കെ ദശാകാലമൊക്കെ മോശമായിട്ടുള്ള സമയമാണെങ്കിൽ, ഇപ്പം വ്യാഴ ദശാകാലമൊക്കെ മോശമായിട്ടുള്ള സമയമാണെങ്കിൽ ആ സമയത്തൊക്കെ ധനം നോക്കിയും കണ്ടും കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൈവിട്ടു പോവും. കടത്തെ കടം കയറി എല്ലാം നശിച്ച് ഒരു വിധത്തിലായി പോവും. അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. തിരുവോണം, മകയിരം, പൂയം, പൂരം, ഉത്രട്ടാതി, ഭരണി, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം ഇത്രയും നാളുകാർക്ക് ധനം കൈകാര്യം ചെയ്യാൻ അനുകൂലമായ ദിവസമാണ് അവിട്ട നക്ഷത്ര ദിവസം. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനം കൈകാര്യം ചെയ്ത് ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കാൻ അനുകൂലമായ ദിവസമാണ് ഈ ഔട്ട നക്ഷത്ര ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഔട്ട നക്ഷത്ര ദിവസമാണ് ഇങ്ങനെയുള്ള നാളുകാർക്ക് ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കാൻ പറ്റുന്ന ദിവസം എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈ വർഷത്തെ ഓണം സമൃദ്ധിയായി അനുഭവിക്കാൻ കഴിയട്ടെ. മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെ. നന്ദി, നമസ്കാരം പറഞ്ഞു നിർത്തുന്നു. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.